സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമ സമരവുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തു. 22-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തത്. ഗുരുതര ആരോപണമാണ് പ്രതിക്കെതിരെയെന്ന് കോടതി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചേരുകയാണ്. നൃപൻ, എന്തൊക്കെ കാരണങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്? അവണി സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അതിക്രമ കേസിലാണ് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. രാഹുൽ നൽകിയ ജാമ്യ ഹർജി കോടതി തള്ളിക്കളഞ്ഞു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 കോടതിയാണ് രാഹുലിന്റെ ഹർജി തള്ളിക്കളഞ്ഞത്. നേരത്തെ ആവട് സൂചിപ്പിച്ചതുപോലെ 14 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന് റിമാൻഡ് ചെയ്തത്. ഇരു വിഭാഗത്തിന്റെ ഈ വാദങ്ങൾ വ്യക്തമായി കോടതി പരിശോധിച്ചു. ഇതിനിടയിലാണ് രാഹുലിന് ന്യൂറോ സംബന്ധമായ അസുഖമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ വൈദ്യപരിശോധനയിൽ രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അതുകൊണ്ട് സാധാരണയുള്ള സ്വാഭാവിക നടപടികളിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യത്തെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും കോടതി വാദം പൂർത്തിയാക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ന്യൂറോ സംബന്ധമായ വിഷയങ്ങളുണ്ട് എന്ന് പറയുന്നു. പിന്നാലെ അദ്ദേഹത്തിന് വീണ്ടും പരിശോധന നടത്താനുള്ള അനുവാദം നൽകുന്നു. ഈ പരിശോധനയിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാദം കോടതി പൂർണ്ണമായി തള്ളിക്കളയുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഒന്ന്, നിയമവിരുദ്ധമായി സംഘം ചേരുക, കലാപ ആഹ്വാനം നടത്തുക. അതൊപ്പം തന്നെ പൂജപ്പുര SHOയ്ക്ക് ഗുരുതരമായി ഈ പറഞ്ഞ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. സമാനമായി നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു. ഈ അക്രമങ്ങൾക്കെല്ലാം രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് നേതൃത്വം നൽകിയത്. ഇത് പല ഘട്ടങ്ങളിലായി അക്രമത്തിന് വേണ്ടി പിരിഞ്ഞുപോയ പ്രവർത്തകരെ വീണ്ടും പ്രകോപിപ്പിച്ച് സംഘർഷത്തിന് വേണ്ട അവസരമൊരുക്കുക, ബലമായി പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്ത ഈ പറഞ്ഞ അക്രമകാരികളെ പ്രവർത്തകരെ മോചിപ്പിച്ച് പോലീസ് വ്യാനിൽ നിന്നടക്കം ഉദ്യോഗസ്ഥരെ തടഞ്ഞ് മോചിപ്പിച്ച് രക്ഷപ്പെടുത്തുക, സർക്കാർ ഖജനാവിന് ഏകദേശം 50,000 രൂപയുടെ നഷ്ടമുണ്ടാക്കി തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. രാഹുലിന് ജാമ്യം നൽകരുതെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് രാഹുലിന്റെ ഈ സംഘത്തിന്റെ നിയമവിരുദ്ധമായ സംഘം ചേരലാണ്. ഒപ്പം തന്നെ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ വീണ്ടും ഈ കുറ്റകൃത്യത്തിന്റെ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിരന്തരമായിട്ടുള്ള കലാപ ആഹ്വാനത്തിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംഘടനയും ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കരുത് എന്നാണ് കോടതിയിൽ പോലീസ് പറഞ്ഞത്, അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ മണിക്കൂറുകൾ നീണ്ട സംഘർഷമായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് VD സതീശനായിരുന്നു ഈ മാർച്ചിന് നേതൃത്വം നൽകിയത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ നേതാവ് മാർച്ച് പ്രസ് ക്ലബിന്റെ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്നു. ആ മാർച്ച് ആരംഭിച്ച് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്തിൽ എത്തുമ്പോൾ തന്നെ അക്രമം ആരംഭിച്ചിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകൾ മുഴുവൻ ഈ പ്രവർത്തകർ നശിപ്പിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ അക്രമത്തിന്റെ തുടക്കം കുറിച്ചു. ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ശേഷം സംഘർഷഭരിതമായ അന്തരീക്ഷം സെക്രട്ടേറിയറ്റ് പരിസരത്തിൽ ഉണ്ടാക്കി. പോലീസ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ സംയമനം പാലിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു കഴിഞ്ഞ സമരം. മുൻകാല അനുഭവങ്ങളൊക്കെ അറിയാവുന്നതാണ്. പണ്ട് UDF ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും കെ കരുണാകരന്റെ കാലത്തും AK ആന്റണി സർക്കാരിന്റെ കാലത്തൊക്കെ SFI DYFI പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചത്, ഗ്രനേഡ് എറിഞ്ഞ് വനിതാ നേതാവിന്റെ കാല് തകർത്തത്, വളരെ ക്രൂരമായി SFIയുടെ സംസ്ഥാന പ്രസിഡന്റെയും സെക്രട്ടറിയും മർദ്ദിച്ചത്, അങ്ങനെയുള്ള പോലീസിന്റെ വലിയ കിരാതമായ സമരങ്ങളുടെ ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇടത് സർക്കാരിന്റെ ഘട്ടത്തിൽ പരമാവധി ജനകീയ സമരങ്ങളോട് സംയമനം പാലിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ സമരത്തിലും പരമാവധി കേരള പോലീസ് സംയമനം പാലിച്ചു. പക്ഷേ മണിക്കൂറുകൾ പോലീസിന്റെ ഷീൽഡ് വാങ്ങി നശിപ്പിച്ചു കളയുക, പോലീസിനെ മർദ്ദിക്കുക, വലിയ ഈ പറഞ്ഞ പട്ടികയും വലിയ ഇരുമ്പ് കമ്പിയും കൊണ്ട് പോലീസിനെ മർദ്ദിക്കുക, സെക്രട്ടറിക്ക് അകത്തേക്ക് ചാടിക്കടക്കാൻ ശ്രമിക്കുക, ഇതിനൊക്കെ തന്നെ നേതൃത്വം നൽകിയത് രാഹുൽ മാങ്കൂട്ടമാണ് എന്ന കാര്യം കോടതിയിൽ ഉന്നയിച്ചു. ഒപ്പം തന്നെ ഈ തുടർന്നുള്ള അന്വേഷണം പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതുകൂടി കണക്കിലെടുത്താണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. രക്തം കട്ടപിടിക്കുന്ന അസുഖമാണെന്നും ചികിത്സ വേണമെന്നുമാണ് ആദ്യം കോടതിയിൽ പ്രതിഭാഗത്തിന്റെ വാദം. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. അതിനു മുമ്പ് കോടതി നിയമപരമായി തന്നെ ഈ കാര്യങ്ങൾ കേട്ട ശേഷം അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകി. അവിടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി. മെഡിക്കൽ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകർ മുന്നോട്ട് വച്ച ഗുരുതരമായ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഈ പറഞ്ഞ മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചു.
അങ്ങനെ ഗുരുതരമായ കുറ്റങ്ങൾ പ്രോസിക്യൂഷന്റെ വാദം പൂർണ്ണമായി കോടതി അംഗീകരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സമാനമായ കേസിൽ 30 പേർ നിലവിൽ 16 ദിവസം റിമാൻഡിൽ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനുശേഷമാണ് അവർക്ക് ജാമ്യം ലഭിച്ചത്. അതുകൊണ്ട് ഇതിലെ 4ാം പ്രതിയെ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേകമായിട്ടുള്ള പരിഗണനയോ ഇളവോ നൽകേണ്ടതില്ല എന്ന കാര്യവും കോടതി പരിഗണിച്ചു. അതുകൊണ്ട് സമീപകാല രാഷ്ട്രീയ സമരങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാവുകയും നഗരം മുഴുവൻ കലാപ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിച്ചു എന്നതാണ്. പക്ഷേ അതിനുശേഷവും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ കൊണ്ടുപോയ വാഹനം തടയുക, പോലീസിനെ വീണ്ടും പോലീസിനെതിരെ അക്രമത്തിലേക്ക് വരിക, രാവിലെ അദ്ദേഹത്തിനെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന ഘട്ടത്തിലും പോലീസ് വാഹനത്തെ തടയാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അതിനുശേഷം നിലവിലെ MLA കൂടിയായിട്ടുള്ള PC വിശ്വനാഥ് കോടതിയിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവനയും ഇനിയും ശക്തമായ സമരത്തിലേക്ക് തെരുവിൽ നേരിടും എന്ന ആഹ്വാനം കൂടി പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ നൽകിയിട്ടുണ്ട്. തെരുവിൽ അക്രമം നടത്തുക, അതിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ വീണ്ടും കോൺഗ്രസ് നേതാക്കൾ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഘട്ടമാണ്. അതുകൊണ്ട് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയാണ് പോലീസ് ഇന്ന് രാവിലെ അടൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ വ്യക്തമായ പരിശോധനകളും വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത്. ഇനി ഈ പറയുന്ന പൂജപ്പര ജയിലിലേക്ക് അല്പനിമിഷത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകും. അവിടെ ഇനി ഈ പറഞ്ഞ റിമാൻഡ് 22-ാം തീയതിയുടെ റിമാൻഡ് കാലാവധിയുണ്ട്. ഇനി സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ പറഞ്ഞത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏത് കോടതിയാണ് സമീപിക്കുക എന്നത് പരിശോധിച്ച് കോൺഗ്രസ് പാർട്ടിയുമായി ആലോചിച്ച് ജാമ്യ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യവും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ചന്ദ്രബൻ, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണമാണ്. ഒന്ന്, VD സതീശനെ പോലെയും ഒപ്പം തന്നെ KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ അവരുടെ പ്രസ്താവന വഴിയും ഒപ്പം തന്നെ നേരിട്ടും പ്രതികരണം നടത്തിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയത്. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലുള്ള വാദമുഖങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ വസ്തുത എന്താണെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ഗുരുതരമായ കലാപ ആഹ്വാനം നൽകുക, കുറ്റകൃത്യത്തിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, വലിയ തരത്തിൽ ഈ പറഞ്ഞ വാഹനങ്ങൾ, പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുക, പോലീസിനെ ശാരീരികമായി ആക്രമിക്കുക, പോലീസിനെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തുക എന്നതടക്കമുള്ള സെക്ഷനുകൾ അടക്കം ചുമത്തിയാണ് IPC 333 പോലെയുള്ള സെക്ഷൻ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ 1-ാം പ്രതിയാണ്. MLA-മാരായ ഷാഫി പറമ്പിൽ, M വിൻസെന്റ് എന്നിവർ 2ഉം 3ഉം പ്രതികളാണ്. സമാനമായി കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 30 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ അതിലെ 4-ാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമപരമായി നടത്തിയ സ്വാഭാവിക നടപടിയാണ്. ആ നടപടിയാണ് ഇപ്പോഴും പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ വീണ്ടും നഗരത്തിലും സംസ്ഥാന വ്യാപകമായി പലയിടത്തും യൂത്ത് കോൺഗ്രസുകാർ അക്രമത്തിലേക്ക് പോയി. പലയിടത്തും പോലീസിനെതിരെ തെരുവിലേക്ക് ഇറങ്ങി. ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെയും LDF-ന്റെയും പലതരത്തിലുള്ള പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചു. അങ്ങനെ വീണ്ടും അക്രമത്തിന് യൂത്ത് കോൺഗ്രസും കോപ്പുകൂട്ടുകയാണ്. കാരണം VD സതീശൻ തന്നെയാണ് ഈ അക്രമ സമരത്തിന് അന്ന് നേതൃത്വം നൽകിയത്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ മുന്നിൽ നിന്ന് VD സതീശൻ നയിക്കുകയായിരുന്നു. VD സതീശന്റെ പ്രസംഗത്തിലും വലിയ തരത്തിലുള്ള അതിക്രമത്തിനുള്ള ആഹ്വാനം നൽകിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ പോയി ഇരിക്കുകയായിരുന്നു. വീണ്ടും അക്രമമെല്ലാം കഴിഞ്ഞ ശേഷമാണ് തിരിച്ചും VD സതീശൻ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് ഇതിന്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുതരമായ കുറ്റം തന്നെയാണ് എന്നതാണ് കോടതിയും കണ്ടെത്തിയിട്ടുള്ളത്.